സ്കൂൾ വരുമ്പോൾ ആ നാടിന്റെ സർവോന്മുഖമായിട്ടുള്ള ഒരു വികസനം നടക്കുന്നു എന്നത് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. ആ മാറ്റം ഇപ്പൊ ഇന്ന് മണ്ണാണെങ്കിൽ അത് കറുപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മുൻ മെമ്പറായിരുന്നു അനിൽ പുലിപ്ര. അന്ന് അദ്ദേഹത്തിന്റെ പിന്നെ അന്നത്തെ ഭരണസമിതിയുടെ സമഫലമായി ഒരുപക്ഷെ ലക്ഷങ്ങൾ വിലയുള്ള സ്ഥലം ഇവിടെയുള്ള ബാബുവേട്ടൻ എന്ന് പറയുന്ന ബാബുച്ചായൻ എന്ന് വിളിക്കുന്ന അദ്ദേഹം വിട്ടു നൽകി. ബഡ് സ്കൂളിന്റെ നിർമ്മാണം ഏതാണ്ട് 3 കോടിയിൽ പരം രൂപ ചെലവഴിച്ച് ബഡ് സ്കൂൾ നിർമ്മാണം നടക്കുന്നു. അപ്പോൾ അവിടേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന ഒരു റോഡ് ഇവിടെയുള്ള ആളുകളൊക്കെ എന്താ പറയാ, അവരെയൊക്കെ അങ്ങ് സ്നേഹിക്കാമെന്ന് ഒരുപാട് സ്നേഹിച്ചു പോകുന്നു. ഒരു നല്ല കാര്യത്തിന് നാടിനു വേണ്ടി സ്ഥലം ചോദിക്കുമ്പോൾ ഞങ്ങൾ എത്ര തരണ്ടേന്ന് ചോദിച്ചു. അവർ വിട്ടു നൽകിയ 12 പേര് വിട്ടു നൽകിയ സ്ഥലത്താണ് ഒരു റോഡ് നിർമ്മാണം ആരംഭിക്കാൻ പോകുന്നത്. അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ ഈ നാടിന്റെ ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതിയാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ബഡ് സ്കൂള് നമ്മുടെ ഈ പഞ്ചായത്തിലാണ് നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ അവിടേക്കുള്ളൊരു ചെറിയ റോഡ് നാട്ടുകാർ സൗജന്യമായി സ്ഥലം വിട്ടു നൽകി നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു. ഇതൊക്കെ ഒരു നാടിന്റെ നന്മ എന്നല്ല പറയുന്നത്, എല്ലാത്തിനും ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറയുക എന്നല്ലേ പറയുന്നത്. തീർച്ചയായും ഇതൊരു ചെറിയ റോഡ് എന്ന് പോലും പറയാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഇത് ഒരുപാട് വിശാല ഹൃദയരായ മനുഷ്യന്മാര് കൂടിച്ചേർന്നുണ്ടായ ഒരു റോഡാണ്. പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുള്ളത്. കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഒരു സ്കൂൾ വരുമ്പോൾ ആ നാടിന്റെ സർവോന്മുഖമായിട്ടുള്ള ഒരു വികസനം നടക്കുന്നു എന്നത് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകാൻ അനിൽ പുലിപ്ര എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട്. സലാമാക്കു ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഷബീർ പ്രസിഡന്റ് ആണെങ്കിലും ഒക്കെ ഇതൊരു കൂട്ടായ എഫേർട്ടാണ്. ഭരണസമിതിയുടെ, ജനങ്ങളുടെ, പൊതുപ്രവർത്തകരുടെ. ബാബുച്ചായ ഇവിടെ നിൽക്കല്ലേ, കൂടുതൽ നമ്മൾ എന്താ പറയാനുള്ളത്? ഇങ്ങനെ എല്ലാവരും കൂടുമ്പോൾ ഉള്ള ഒരു ഏറ്റവും മഹത്തായ ഒരു വികസനമാണ് വരുന്നത്. വികസനം എന്ന് പറയുന്നത് എല്ലാവരും കൂടുമ്പോൾ വരുന്നതാണ് എന്ന് കൂടിയാണ് ഇപ്പം പര്യാവരത്ത് നിന്ന് ഉണ്ടാവുന്ന ഒരു കഥ തെളിയിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇതിനു വേണ്ടി ഇനി സ്കൂളിന് വേണ്ടി ഇനി പണം ആവശ്യമുണ്ട്, റോഡിന്റെ കാര്യത്തിൽ വേണം, ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളെ പോലുള്ളവരിൽ നാട്ടുകാർ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഞാനിവിടെ വന്ന് പലരുമായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, നല്ലൊരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. പിന്നെ ഇവിടെ നേരത്തെ അദ്ദേഹം വേറൊരു പാർട്ടിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹം ബഡ് സ്കൂളിന് വേണ്ടി ശ്രമം നടത്തിയിട്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ അഭിനന്ദനം പോലും, എന്ന് വെച്ചാൽ നല്ല വാക്ക് പോലും കിട്ടിയില്ല എന്ന രീതിയിലൊക്കെ അന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ആ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം വേറെ കേരള കോൺഗ്രസിന്റെ ഭാഗമായി അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടി ശ്രമഫലമായാണ് ഈ ബഡ് സ്കൂളിന് സ്ഥലം കിട്ടുന്നതും ഈ റോഡിന്റെ കാര്യത്തിൽ സ്ഥലം കിട്ടുന്നതെന്നൊക്കെയാണ് ഞാൻ നാട്ടുകാരിൽ നിറഞ്ഞത്. അതൊക്കെ വലിയൊരു സന്തോഷമാണ്. തീർച്ചയായും അഭിനന്ദനം കിട്ടിയില്ല എന്നൊന്നും പറയണ്ടേ. ഇദ്ദേഹം സ്നേഹിച്ചു കൊല്ലണം മനുഷ്യന്മാരെന്ന് പറയുന്നത് തെറ്റാവില്ല. കാര്യം ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ആളുകളെ പിന്നെ പ്രായഭേദമന്യേ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭേദമന്യേ ഒക്കെ അനിൽ പുലിപ്രക്കൊപ്പം നിന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തി എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അപ്പം അത് ഒട്ടും ചെറുതാക്കി കാണേണ്ട കാര്യമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള ഫണ്ട് ആവശ്യമുണ്ടെന്ന് അറിയാം. പഞ്ചായത്ത് ഭരണസമിതി വളരെ നന്നായിട്ട് അതിന് പ്രവർത്തിക്കുന്നുണ്ട്. ബ്ലോക്ക് ഭരണസമിതിയും തന്നെ വലിയൊരു തുക അതിനു വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളും കൂടെ ഉണ്ട്. ഇപ്പോൾ പ്രോട്ടോകോൾ ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ടാണ് അവരതൊന്നും കൃത്യമായി പ്രഖ്യാപിക്കാത്തത്. ഏതായാലും എല്ലാവരും ഒരുമിച്ചുണ്ട് എന്നത് ഈ നാട്ടുകാർക്ക് നൽകുന്നത് വലിയൊരു പ്രതീക്ഷയാണ്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഒരുപക്ഷെ ഈ നാട്ടുകാരെല്ലാവരും പറയണം ഞങ്ങളുടെ നാട്ടുകാരനാണ്. നേരത്തെ ഈ നാട്ടുകാരൻ ഒരാൾ ഇങ്ങനെ പറയുകയാണ്, അദ്ദേഹം തമാശ മട്ടിലാണെങ്കിലും ഈ ഷബീർ കർമുക്കലിന്റെ വാർഡിൽ പോയി നോക്കിയപ്പോൾ ഏത് ഊടുവഴിയിലും എല്ലാം കോൺക്രീറ്റ് ചെയ്തേക്കണം. അദ്ദേഹം ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിച്ച് ഈ നാട്ടിൽ താമസം തുടങ്ങി, ഈ റോഡൊക്കെ ഒന്ന് ശരിയായി കിട്ടുമെന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ നാട്ടുകാരൊക്കെ ഞാനിത് വെറുതെ പൊക്കി പറയണതല്ല. അപ്പൊ അങ്ങനെ പറയും. ഞാൻ വന്നിട്ടുണ്ട്, അവിടെ ഇലക്ഷൻ സമയത്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊരു വലിയ പദ്ധതിയാണ് ഈ ബഡ് സ്കൂൾ എന്നുള്ളത്. ഇതിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു റോഡിന് സ്ഥലം വിട്ടു നൽകുക. ഇനി നാട്ടുകാരുടെ ആവശ്യം ഫണ്ടാണല്ലോ. ആ ഫണ്ടിന്റെ കാര്യത്തിലൊക്കെ തീരുമാനം ഉണ്ടെന്ന് നാട്ടുകാരെ ഞങ്ങൾ പ്രതീക്ഷിച്ചോട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബഡ്സ് സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ്. അത് വഴിയെ മനസ്സിലാവും. കാരണം അതിന്റെ പ്രവർത്തന രീതി ഞങ്ങൾ അത്രയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭരണസമിതി വന്നതിന് ശേഷം ആദ്യം പോയി ഞങ്ങൾ പഠിച്ചത് അവരുടെ രക്ഷിതാക്കൾക്ക് അവിടെ പരിശീലനം കൊടുക്കുവാനുള്ള ഒരു കേന്ദ്രമാണ് ഞങ്ങൾ പരിശോധന നടത്തിയത്. അതിവിടെയും നടത്താനുള്ള ഒരു കരാറ് ഞങ്ങൾ വാക്കാൽ സംസാരം കഴിഞ്ഞു. ഇനി അതിന്റെ ഔദ്യോഗികമായ ഒഫീഷ്യൽ കാര്യങ്ങൾ നടത്താനുണ്ട്. ഈ ബഡ്സ് സ്കൂൾ ഇവിടെ വരുമ്പോൾ അന്നത്തെ മെമ്പർ അനിലടക്കമുള്ളവര് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരുന്ന ബാബുച്ചായനോടും ഇവിടുത്തെ നാട്ടുകാരോടും പറഞ്ഞിരുന്നു. അന്നത്തെ ഒരു തമാശയായിട്ട് എല്ലാവരും കളിയാക്കിയിരുന്നു. ആ ബഡ്സ് സ്കൂൾ വരുന്നതോടെയുള്ള മാറ്റമാണ് ഇപ്പൊ ഇന്ന് ഈ റോഡടക്കമുള്ള മാറ്റം. ആ മാറ്റം ഇപ്പൊ ഇന്ന് മണ്ണാണെങ്കിൽ അത് കറുപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം അത് ഈ ബഡ്സ് സ്കൂളിന്റെ പരിസരത്തുള്ള എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമാക്കി ഈ പര്യാപുരത്തിന് ഇത് ഇപ്പൊ നമ്മുടെ വീട് പോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഈ സ്കൂള്. അതുപോലെ എപ്പോഴും നമുക്ക് സന്ദർശിക്കുന്ന ഈ പ്രദേശം പുറത്തുള്ള ആളുകൾ വന്ന് കാണുമ്പോൾ
ഈ പ്രദേശത്തിന്റെ ഭംഗി കൂട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. അതായത് മുഖച്ഛായ മാറ്റും ഒരു സംശയമില്ല. അപ്പൊ ഇനിയിപ്പോ പ്രോട്ടോകോൾ മാറിയിട്ടില്ലാത്ത സ്ഥിതിക്ക് എത്ര കാശൊക്കെ മുടക്കും, എത്ര കാശൊക്കെ മാറ്റിവെക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന് പറയാൻ സാധിക്കില്ല. എങ്കിലും അദ്ദേഹം ഒരു ഉറപ്പ് നൽകുന്നുണ്ട്, ഈ നാടിനൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്, നമ്മളെല്ലാവരും ഒന്നാണ്. അങ്ങനെ തന്നെയല്ലേ നാട്ടുകാർ? കറക്റ്റ് അല്ലേ? ഞങ്ങൾ ഈ പര്യാപുരം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളെ സ്വപ്ന പദ്ധതി ഇവിടെ ആയതുകൊണ്ട് എല്ലാ ജനപ്രതിനിധികളും ഇവിടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ്. ഉറപ്പാണ്. ഏതായാലും ഇനി ബഡ് സ്കൂളിന്റെ നിർമ്മാണമൊക്കെ നടക്കുന്നില്ല, അതിനിപ്പോ പെട്ടെന്ന് തീരുമെന്നൊരു ചോദ്യം. കാരണം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഉടൻ തന്നെ തീർക്കും. നേരത്തെ സൈദ ടീച്ചറും പറഞ്ഞു ഞങ്ങളുടെ ആദ്യ സംഭവമാണ്, ഞങ്ങളുടെ സ്വപ്നമാണ്, ഉടൻ തീർക്കും. ഈ ഉടൻ തീർക്കല് ഒരു 2 നിലയെങ്കിലും പണിത് നേരത്തെ തന്നെ താങ്കൾ പറഞ്ഞു അത് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ? അത് സാങ്കേതികമായ കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം ബിൽഡിങ്ങിന്റെ നിയമപ്രകാരം നമ്മുടെ ഒരു പണിയുന്നതും പഞ്ചായത്തിന്റെ ഫണ്ടെടുത്ത് പണിയുന്നതും ചെറിയ പ്രയാസങ്ങളുണ്ട്. അത് പുറത്തൊരു ഏജൻസിയാണ് എടുത്തിരുന്നത്. അത് അവര് വരാനുള്ള കുറെ പ്രയാസങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പരിഹരിച്ചിപ്പോ നമ്മള് പണി വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് അതൊക്കെ പെട്ടെന്ന് പൂർത്തീകരിക്കും. മാത്രമല്ല ഇവരൊക്കെ നേരത്തെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഇലക്ഷൻ കഴിഞ്ഞ് മെയ് 4-ാം തീയതി ആകുമ്പോൾ കാര്യങ്ങൾക്കൊക്കെ കുറെ തീരുമാനമാവും. മെയ് 4-ന് ഇവരുടെയൊക്കെ പാർട്ടി എന്ന് പറയേണ്ടി വരും, UDF അധികാരത്തിലെത്തി കഴിഞ്ഞാൽ ഇവിടെ ഈ നാടിന് വലിയ വലിയ പദ്ധതികളെ കുറിച്ച് ഒരു നേരത്തെ മുന്നറിയിപ്പ് അത് നജ്മ തബ്ഷീറേയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നാട് ഇതേ അമ്മച്ചി ഉദ്ഘാടനം ചെയ്ത അമ്മച്ചി വരെ ചിരിക്കുന്നു. ഈ നാട് ഒരു സ്വർഗമായി മാറുമെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. ഏത് പാർട്ടി ഭരിച്ചാലും ഏത് കക്ഷി വന്നാലും നാടിന് ഉപകാരമുള്ളത് ഉണ്ടാവട്ടെ എന്നാണ് നാട്ടുകാരുടെ ആഗ്രഹം. അങ്ങനെ സംഭവിക്കട്ടെ. അപ്പൊ സ്ഥലം വിട്ടു നൽകിയ ആളുകൾ 12 പേരുണ്ട്. എല്ലാവരും പല ആളുകളും ഇവിടെ നിൽപ്പുണ്ട്. സ്ഥലം വിട്ടു നൽകിയ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബഡ് സ്കൂളിലേക്ക് മാത്രമല്ലല്ലോ, ഈ റോഡ് കൂടി 1.5 കിലോമീറ്റർ ചുറ്റി വളയേണ്ടത് എളുപ്പത്തിൽ അങ്ങോട്ട് നിങ്ങൾക്ക് മെയിൻ റോഡിൽ എത്താൻ പറ്റുമല്ലോ. അതെ, ഞങ്ങള് ദീർഘകാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. ഞങ്ങൾക്ക് കിഴക്കേമുക്ക് ഭാഗത്തേക്ക് പോകണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റി വേണം അവിടേക്ക് എത്തുവാൻ. ഇപ്പൊ തന്നെയല്ല, ഇപ്പൊ ബഡ് സ്കൂളും വന്നു. അങ്ങനെ ഇപ്പോൾ ഇതിന് പ്രകാരം നമ്മുടെ ബ്ലോക്ക് മെമ്പർ ശ്രീ അനിൽ പുലിപ്പുറ വന്ന് എന്നോട് കാര്യം പറയുകയും ഞാൻ വിട്ടുകൊടുക്കാമെന്ന് സമ്മതിക്കുകയും അങ്ങനെ എന്നെ പോലെ 12 പേര് ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ റോഡ് തന്നെ ഇവിടെ യാഥാർത്ഥമായിരിക്കുകയാണ്. ഇതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ അനിൽ പുലിപ്ര, നിങ്ങളാണ് ഇപ്പൊ ഈ നാട്ടിലെ താരം. നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ബഡ് സ്കൂളിന് സ്ഥലം വിട്ടു നൽകുന്നതിൽ നിങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. അതുകൂടാതെ അന്ന് നിങ്ങൾ പഞ്ചായത്ത് മെമ്പറായിരുന്നു, ഇപ്പോ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ ഇനിയിപ്പോ ഈ സ്ഥലം കൂടി കിട്ടാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായെന്ന് നാട്ടുകാർ പറയുന്നു. അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ പറയുന്നു. അപ്പോൾ വലിയൊരു സ്വപ്നം നടക്കുകയാണ്. കാരണം 1.5 കിലോമീറ്റർ ഉണ്ടത് എളുപ്പത്തിൽ നടന്നു പോകുന്ന ദൂരത്തിലേക്ക് ഒരു റോഡ്, പ്രത്യേകിച്ച് ബഡ് സ്കൂളിന്റെയും ഈ നാടിന്റെ വികസനം. എങ്ങനെയാണ് നാട്ടുകാർ ഇതിനെ കാണേണ്ടത് നിങ്ങളുടെ കാര്യത്തിൽ? നാട്ടുകാർക്ക് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. നമ്മള് അന്ന് ബഡ് സ്കൂള് ഇവിടെ പരിയാപുരത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു, ബഡ് സ്കൂൾ വന്നു കഴിയുമ്പോൾ പരിയാപുരത്തിനൊരു മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു. അതിന്റെ ഏകദേശം ബഡ് സ്കൂൾ അവിടെ ഒരു നില പണി കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള നിലകളിലേക്ക് പണികൾ ഉടനെ 3.5 കോടി രൂപയോളം മാറ്റിവെച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് അതിലേക്കുള്ള ലിങ്ക് റോഡാണ്. ഇപ്പൊ പരിയാപുരത്തു നിന്ന് വരുന്നവർക്ക് പരിയാപുരം വഴിയും തട്ടക്കാട് നിന്ന് വരുന്നവർക്ക് തട്ടക്കാട് വഴിയും തട്ടാരക്കാടും പട്ടിക്കുന്നും ഈ പരിയാരം പ്രദേശങ്ങളിലെല്ലാം മുട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രധാനമായ ഒരു ലിങ്ക് റോഡാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമാകുന്നത്. അതിപ്പോൾ വളരെയധികം സന്തോഷകരമായ കാര്യങ്ങളാണ്. ഈ നാടിനെ എപ്പോഴും അതൊരു ഉണർവേകും എന്നത് യാതൊരു സംശയമില്ല. ഈ കാര്യങ്ങളെ ആദ്യം ആലോചിച്ചപ്പോൾ തന്നെ നമ്മുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ മാത്യു വർഗീസ് ആണ് ഇതിനുള്ള രൂപരേഖകളൊക്കെ എനിക്ക് തയ്യാറാക്കി തന്നതും അതിന് കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള വഴി കാണിച്ചു തന്നു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും നാട്ടുകാർക്ക് തെറ്റിയിട്ടില്ല എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. അപ്പോൾ ഈ ലിങ്ക് റോഡാണിത്. ഈ ലിങ്ക് റോഡ് അതായത് മെയിൻ റോഡിലേക്ക് ഈ മേഖലയിൽ നിന്ന് എല്ലാവർക്കും എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന ഒരു ലിങ്ക് റോഡാണ്. ഇക്കാര്യത്തില് പരിശ്രമിച്ച അനിൽ പുലിപ്ര, അതുപോലെ തന്നെ ഈ റോഡ് നിർമ്മാണത്തിന് ഫണ്ട് കൊടുക്കാമെന്ന് പഞ്ചായത്ത് ഏറ്റിട്ടുണ്ട്. ഷബീർ കറുമുക്കിൽ പ്രസിഡന്റ്. ഇപ്പോ പ്രോട്ടോകോൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം അത് പ്രഖ്യാപനം നടത്താത്തത്. അപ്പോൾ നാട് വികസിക്കട്ടെ. രാഷ്ട്രീയമൊക്കെ എല്ലാവരുടെയും മനസ്സിലാണ്, ഓരോ ഒന്നാണ്. പക്ഷെ നാടിന്റെ വികസനത്തിന് ഒറ്റക്കെട്ടായി നിൽക്കാം. വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല എന്നാണ് പല ആളുകളും ചൂണ്ടിക്കാട്ടാറുള്ളത്. ഞങ്ങൾക്കും അങ്ങനെയാണ് പറയാനുള്ളത്. നന്മ കൂടുതൽ പൂത്തുലയട്ടെ, എല്ലാവരും ഒരുമിച്ച് നിന്ന് നാടിന് വേണ്ടി പ്രവർത്തിക്കട്ടെ എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ഞങ്ങളും അത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ക്യാമറാമാൻ ഷനു അരീക്കോടിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ.
35 years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.